സംസ്ഥാനം അടുത്ത 5 വർഷം ആര് ഭരിക്കും എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ഏപ്രിൽ 9 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വിധി ബാലറ്റ് പെട്ടികളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണ്. മെയ് 4 ഫലപ്രഖ്യാപനത്തോടെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാകും. തുടർഭരണം ഉറപ്പാണ് എന്ന ആത്മവിശ്വാസത്തിലാണ് LDF. 10 വർഷത്തിനു ശേഷം അധികാരത്തിലേക്ക് തിരിച്ചെത്താമെന്ന പ്രതീക്ഷയിലാണ് UDF. അതേസമയം നിലവിൽ നിയമസഭയിൽ അംഗത്വമില്ലാത്ത NDAക്ക് എത്ര സീറ്റുകൾ നേടാനാകും എന്നതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. മൂന്ന് മുന്നണികളും തങ്ങളുടെ നിലനിൽപ്പിനായുള്ള അവസാനഘട്ട പോരാട്ടത്തിലാണ്. ഏപ്രിൽ 29 പശ്ചിമ ബംഗാളിലെ അവസാനഘട്ട പോളിംഗ് പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ പ്രമുഖ വാർത്താ മാധ്യമങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടും. തിരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലെയും വിജയ സാധ്യതകൾ ഇതിലൂടെ ഏകദേശം വ്യക്തമാകും. സംസ്ഥാനത്തെ മുന്നണികളിലെ ഘടകകക്ഷികൾക്കാണ് കൂടുതൽ ആശങ്ക. ഒറ്റ സീറ്റിലോ 2 സീറ്റിലോ മാത്രം മത്സരിച്ച പാർട്ടികളുടെ ഭാവി ഫലപ്രഖ്യാപനത്തോടെ തീരുമാനിക്കപ്പെടും. മുന്നണി വിജയിച്ചാലും സ്വന്തം പാർട്ടിക്ക് വിജയം നേടാനാവാതെ വരിക, അല്ലെങ്കിൽ പ്രതിപക്ഷത്തായാലും നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കാതെ പോവുക തുടങ്ങിയ സാഹചര്യങ്ങൾ ചെറുകക്ഷികൾക്ക് വലിയ തിരിച്ചടിയാകും. UDFൽ RSP, CMP പോലുള്ള പാർട്ടികൾക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിയമസഭയിൽ സാന്നിധ്യം ഉറപ്പാക്കാനായിട്ടില്ല. LDFൽ നിലവിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് മാത്രമാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത്. ബാക്കി എല്ലാ ഘടകകക്ഷികളും മത്സരരംഗത്തുണ്ട്. ഇവരിൽ ആരൊക്കെ നിയമസഭയിൽ എത്തുമെന്ന് കാത്തിരുന്ന് കാണാം. ആരൊക്കെ പുറത്താകുമെന്ന് മെയ് 4 വ്യക്തമാകും. ഫലപ്രഖ്യാപനത്തിനായി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്.